ലൈസൻസ് ക്ലബ്. പിന്നെ ഞമ്മ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഒക്കെ ഉള്ള കാരണം കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഇതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ സംസാരിച്ച ഈ സമയങ്ങളൊന്നുമില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പറയുന്ന സാധനത്തിന്റെ പേര് സ്ലൈം എന്നാണ്. നമ്മ കുറെ യൂട്യൂബിലൊക്കെ അടിച്ച് ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഒന്നും സക്സസ് ആവണില്ല. ഒരെണ്ണം മാത്രമാണ് സക്സസ് ആയത്. അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോണത്. അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. സ്ലൈം ഉണ്ടാക്കുന്ന ആദ്യം തന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു പാത്രം വേണമെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇങ്ങനത്തെ ഒരു ഫെവി ഗമ്മാണ് നമ്മൾ എടുത്തേക്കണേ. ഈ ബോട്ടിലാണ് നമ്മൾ എടുത്തേക്കണേ. ഈ ബോട്ടിൽ തന്നെ വേണം. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു ക്യാമലിൻ ഗ്ലൂ ആണ്. ക്യാമലിൻ ഗ്ലൂ ആണ് നമ്മൾക്ക് വേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ വേണം. പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു കളർ വേണം. അപ്പൊ നമ്മ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഫസ്റ്റ് ക്യാമലിൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി നമ്മ ഇതിലേക്ക് നമ്മൾക്ക് എത്രത്തോളം സ്ലൈം വേണോ അത്രയ്ക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ക്യാമലിൻ ഗ്ലൂ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഡബ്ബ അടച്ചു വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ പെയിൻ്റാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ആ പെയിൻറ്റ് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ മുകളിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട കളറാണെങ്കിലും ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മ ഇങ്ങനെ കൈ കാണിച്ചിട്ട് വരണില്ല. അപ്പം നമ്മ ഒരു ടീസ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് നമ്മ അതിലേക്ക് ഇടാണ്. അപ്പം നമ്മുടെ ഇവിടെ പെയിന്റ് ഒക്കെ ഇട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലിറ്ററൊക്കെ ഒരു തിളക്കത്തിന് വേണമെങ്കിൽ ഇടാം ഗ്ലിറ്റർ. പക്ഷെ പെയിന്റ് ഇടുന്നതിനേക്കാളും മുന്നേ ഗ്ലിറ്റർ ഇടാം. അല്ലെങ്കിൽ നമ്മൾ സ്ലൈം ഉണ്ടാക്കി തീർന്നിട്ട് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഗ്ലിറ്റർ ആവാം. അപ്പം നമ്മൾ ഇവിടെ നല്ല തിളങ്ങാനായിട്ട് ഈ വൈറ്റ് കളറൊക്കെ അതിനുള്ളിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ കാണിച്ചു തന്നെ ഫെവി ഗമ്മാണ് നമുക്ക് വേണ്ടത്. ഫെവി ഗമ്മ അതിൻ്റെ നമ്മുടെ ഇന്ന് ഇത് വീണോ. ഫെവി ഗമ്മ വേണമെങ്കിൽ അതിൻ്റെ നടുക്കിലേക്ക് ഒഴിക്കാം. നടുക്കിലേക്ക് തന്നെ ഒഴിക്കണം ഏറ്റവും ഫസ്റ്റ് നമ്മ. അപ്പം ഞാൻ നടുക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മ നടുക്ക് ഭാഗത്ത് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ മിക്സ് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേപോലെ സ്ലൈമായി വരുന്നുണ്ട്. നന്നായിട്ട് കട്ടി പിടിച്ച് വരുന്നുണ്ട്. വേറെ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യണതൊക്കെ മിക്കതും ഫേക്കാണ്. നമ്മുടെ ഇത് റിയലാണ്. അപ്പം നമ്മുടെ ഈ നടുക്ക് ഭാഗത്ത് ഇതേപോലെ ഇളക്കി സ്ലൈം പോലെ ആയിട്ടുണ്ട്. പിന്നെ സൈഡിലും കൂടി കുറച്ചൊക്കെ നമ്മൾക്ക് ഫെവി ഗം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് വലിയ സ്ലൈമാണ് ഉണ്ടാക്കണേ. അത് കാരണം നമ്മൾക്ക് ഇത്തിരി കൂടുതൽ പശ വേണം. അപ്പം നമ്മുടെ അത് അവിടെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും കുറച്ച് നേരം കൂടി ഇളക്കണം. അപ്പം നമ്മൾക്ക് കാണാൻ ഇവിടെ കട്ടിയായി വരുന്നുണ്ട്. വേണ്ട നമ്മൾക്ക് ഇവിടെ കട്ടിയായി വരുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 10 സെക്കൻഡ് കണ്ടിന്യൂസ്ലി നിൽക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ പശ ഒഴിക്കുന്ന പോലെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലൈമായി കിട്ടും. 10 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ ഏകദേശം സ്ലൈമായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല കട്ടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇവിടെ സ്ലൈമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചിലവർ ശരിയായില്ലെങ്കിലൊക്കെ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഇതിൽ വേറെ ടൈപ്പ് പൗഡറൊക്കെ ചേർത്തിട്ടുണ്ട് ഇതേപോലെ സ്ലൈമായിട്ടുണ്ടെന്ന്. അല്ല, ഇത് ഉണ്ടാവുന്നവർക്കൊക്കെ മനസ്സിലാവുള്ളൂ ഇത് റിയൽ ആണെന്നൊക്കെ. പിന്നെ കയ്യിൽ നമ്മുടെ ഒട്ടിപ്പിടിക്കും, കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. അത് യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയ കാരണമാണ് ഒട്ടിപ്പിടിക്കണേ. ഇനി നമ്മൾ കുറച്ചരി വെളിച്ചെണ്ണ, ഒരു സ്വല്പം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ കുടിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഇതേപോലെ കൈ അങ്ങോട്ട് നന്നായിട്ട് മെല്ലെ മെല്ലെ ഇതേപോലെ കൈ ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. ഇനി നമ്മൾക്ക് നമ്മുടെ സ്ലൈം എടുത്തു നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ സ്ലൈം. കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. ഇതാ നമ്മുടെ സ്ലൈം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കും, പക്ഷേ ഇതിന്റെ ചെറിയ ചെറിയ പുറ്റുകളൊക്കെ നമ്മുടെ കൈമൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മുടെ സ്ലൈമാണിത്. ഇതാണ് ഗൈസ് നമ്മുടെ സ്ലൈം. ഗൈസ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് 2 ദിവസമായി ഞങ്ങൾ ഈ വീഡിയോയിലൊക്കെ നോക്കി ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയൊക്കെ ചെയ്തതാണ് ഇത് സ്ലൈം ആവാനൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഈ സ്ലൈമൊക്കെ ഉണ്ടാക്കി ഞമ്മ കാണിച്ചു തന്നേക്കണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി നാളെ കാണാം.